എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് ഒരു ചുമന്ന ചരടിൽ പിടിച്ചുകൊണ്ടാണ്. ഈശോയുടെ കുരിശിലെ ബലിയെ സൂചിപ്പിക്കുന്ന ഒരു ചുമന്ന ചരട്. 4-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതും അതേ ചുമന്ന ചരടിൽ പിടിച്ചുകൊണ്ടാണ്. ജോഷുവയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ വചനങ്ങൾ. ജെറിക്കോ പട്ടണം കീഴടക്കുന്നതിന് മുന്നോടിയായി ആ ദേശം ഉറ്റുനോക്കുവാൻ 2 ചാരന്മാരെ ജോഷുവ പറഞ്ഞയക്കുന്ന രംഗം. 2 ചാരന്മാർ ജെറിക്കോ പട്ടണത്തിൽ പ്രവേശിച്ച് ദേശം ഉറ്റുനോക്കി അതിൻ്റെ ശക്തിയും ദൗർബല്യം തിരിച്ചറിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയം ജെറിക്കോ രാജാവ് പറയും 2 ചാരന്മാർ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച കാര്യം. ഈ 2 ചാരന്മാർ രക്ഷപ്പെടാൻ വേണ്ടി വേശ്യയായ റാഹാബിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കും. അവിടെ ഒളിച്ചിരിക്കും. വേശ്യയായ റാഹാബ് ഈ ദേശം മുഴുവനും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം അറിഞ്ഞ് ആ ചാരന്മാരെ ചണത്തണ്ടുകൾക്കിടയിൽ ഒളിപ്പിക്കും. പടയാളികൾ ഒന്ന് നോക്കുമ്പോൾ അവരെ കണ്ടെത്താൻ പറ്റാതെ തിരിച്ചു പോകും. റഹാബ് ആ ചാരന്മാരോട് ഇങ്ങനെ പറയും, ദേശം മുഴുവനും നിങ്ങളെ പ്രതിയുള്ള ഭീതിയാൽ നിറഞ്ഞിരിക്കുന്നു. എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ ഈ ദേശം ഏൽപ്പിച്ചിരിക്കുന്നു. എന്നോടും എൻ്റെ പിതൃകുടുംബത്തോടും കരുണ കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആ ചാരന്മാർ റാഹാബിനോട് ഉടമ്പടി ചെയ്യും. ഞങ്ങൾ ജെറിക്കോ പട്ടണം കീഴടക്കുന്ന വേളയിൽ നിന്നോടും നിന്റെ പിതൃകുടുംബത്തോടും ഞങ്ങൾ കരുണ കാണിക്കും. റാഹാബ് അവരെ ജനൽ വഴി ഒരു കയറിലൂടെ കെട്ടിയിറക്കി കോട്ടയ്ക്ക് വെളിയിൽ പുറത്തേക്ക് ഇറങ്ങുവാൻ രക്ഷപ്പെടുവാൻ അവരെ സഹായിക്കും. ആ സമയത്ത് റാഹാബിനോട് ചാരന്മാർ ഇങ്ങനെ പറയും, ഞങ്ങൾ ജെറിക്കോ പട്ടണം കീഴടക്കുന്ന ആ സമയത്ത് ഞങ്ങളെ നീ ഇറക്കിവിട്ട ആ ജനൽ വഴിയിൽ ഒരു ചുവന്ന ചരട് കെട്ടിത്തൂക്കിയിരിക്കണം. ആ ചുവന്ന ചരട് അത് ഞങ്ങൾ നിന്നോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളമായിരിക്കും. ആ ചുവന്ന ചരട് നൽകുന്ന അടയാളത്തിൻ്റെ ബലത്തിൽ നീയും നിന്റെ പിതൃകുടുംബവും ഞങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് നീ രക്ഷപ്പെടും. ഞങ്ങൾ നിന്നോട് കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, അന്ന് രക്ഷപ്പെടാൻ വേണ്ടി റാഹാബ് ജനലിൽ കെട്ടിത്തൂക്കിയ ആ ചുവന്ന ചരട് അത് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ കുരിശിലെ ബലിയുടെ അഭിഷേകത്തിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ ഒരു നിഴലാണ്. റാഹാബ് ആ ചുമന്ന ചരടിൽ വിശ്വസിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് കുടുംബാംഗങ്ങളെ മുഴുവനും ഇസ്രായേൽക്കാർ കോട്ട വളയുന്ന വേളയിൽ തൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടി. ആ വീടിന് പുറത്തേക്ക് ഇറങ്ങിയെങ്കിൽ അവർക്കൊരിക്കലും ഇസ്രായേൽക്കാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ ആ ചുമന്ന ചരട്, കർത്താവിൻ്റെ പീഡാസഹനങ്ങളുടെ പ്രതീകമായ ആ ചുമന്ന ചരട് അവർക്ക് സംരക്ഷണം നൽകി. ആ ചുവന്ന ചരടിൽ പിടിച്ചുകൊണ്ട് റാഹാബ് കടന്നു കയറിയത് ഈശോയുടെ വംശാവലിയിലേക്കാണ്. ഈ റാഹാബാണ് പിന്നീട് ദാവീദ് രാജാവിൻ്റെ മുതുമുത്തശ്ശിയായി മാറുന്നത്. ആ വംശപരമ്പരയിലാണ് പിന്നീട് ഈശോ ജനിക്കുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹ വിവരിക്കുന്ന ഈശോയുടെ വംശാവലി പരമ്പരയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ ഈ റാഹാബിൻ്റെ പേര് എടുത്തു പറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കുരിശിലെ ബലിയുടെ അഭിഷേകത്തിലൂടെ കർത്താവിൻ്റെ കുടുംബത്തിലേക്ക് കയറി വന്ന ഒരു വിജാതിയായ, ഒരു വേശ്യയായ സ്ത്രീ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസ്കാർക്ക് ലേഖനം 2-ാം അധ്യായം 19-ാം തിരുവചനം, നിങ്ങൾ ഇനിമേൽ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളായി മാറിയത് കർത്താവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാലത്രേ. അവൻ്റെ രക്തം മൂലം നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആത്മധൈര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുരക്ഷിതരാകാൻ വേണ്ടി നമുക്ക് വേണ്ടി രക്തം ബലിയായി കൊടുത്ത കർത്താവാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ രക്തമാണ് നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ അടയാളം. കർത്താവിൻ്റെ രക്തത്താൽ, അവൻ്റെ രക്തത്തിൻ്റെ വിലയാൽ നമ്മളെല്ലാവരും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിൻ്റെ ശിക്ഷയായ പകർച്ചയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് കർത്താവിൻ്റെ രക്തം വിലയായി കൊടുത്ത് കർത്താവ് നമ്മെല്ലാവരും വീണ്ടെടുത്തു. അത്രമാത്രം നമ്മളെല്ലാവരും കർത്താവിൻ്റെ മുമ്പിൽ വിലയുള്ളവരാണ്. ഇസ്രായേൽക്കാർ ജെറിക്കോ പട്ടണം വളയുന്ന അവസരത്തിൽ റാഹാബ് തൻ്റെ വീടിൻ്റെ ജനലിൽ കെട്ടിത്തൂക്കിയ ചുമന്ന ചരട് അത് നൂറ്റാണ്ടുകൾക്ക് ശേഷം കാൽവരി മലയിൽ ഈശോ അർപ്പിക്കാനിരുന്ന പാപപരിഹാര ബലിയുടെ ഒരു നിഴലാണ്. ആ ചുവന്ന ചരടിൻ്റെ അടയാളത്തിൽ, അതിൻ്റെ ഉറപ്പിൽ അവളും റാഹാബും അവളുടെ കുടുംബം രക്ഷ പ്രാപിച്ചു. കാൽവരി മലയിൽ കർത്താവ് ചിന്തിയ അവിടുത്തെ രക്തത്തിൻ്റെ യോഗ്യതയാൽ, അവിടെ നടത്തിയ പാപപരിഹാര ബലിയുടെ യോഗ്യതയാൽ തിന്മയുടെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിച്ചു. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു, നമ്മെ ശുദ്ധീകരിക്കുന്നു.